കിലുകിലുങ്ങണൊരാള് കത്തിട്ട് വെളുക്ക സവണി തട്ടമിട്ട് മുന്തിരി ചുണ്ടിൽ പുഞ്ചിരിയിട്ട് വാടി മെഹറുബ ഒന്ന് വാടി മെഹറുബ മെഹറുബാ മെഹറുബാ പുതുക്ക പെണ്ണേ മെഹറുബാ 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 പുതുക്ക പെണ്ണേ മെഹറുബാ പത്ത് കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹറുബാ നിന്റെ ബക്കറ്റിൽ കണ്ണു വെക്കണ പുതുമണവാളൻ മെഹറുബാ മെഹറുബാ കള്ളിപ്പെണ്ണേ മെഹറുബാ കഞ്ചകപ്പൂൻ ചെണ്ടിനൊത്തൊരു മുത്തേ മെഹറുബാ നാളെ തിരസപ്പും കാവനത്തിലും മധുവിധുവല്ലേ മെഹറുബാ മെഹറുബാ പുതുക്ക പെണ്ണേ മെഹറുബാ പത്ത് കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹറുബാ നിന്റെ പകറ്റിൽ കണ്ണു വെക്കണ പുതുമണവാളൻ താങ്ക് യു ഹന ചേച്ചി. സൂപ്പർ ആയിരുന്നു. താങ്ക് യു ചേച്ചി. ഇത് കൊള്ളാലോ. ഇതെന്തത് മുടി? എന്താ ഇവിടെ അടുത്തൊന്നും ചോദിക്കണ്ട. മുടി മുടിയാണെന്ന് അറിയാം. നല്ല രസമായിട്ട് ഇപ്പൊ ചെയ്താണോ ഹെയർ ഞാൻ കട്ട്? തന്നെ ചെയ്ത. കറക്റ്റ് ആയിട്ട് എങ്ങനെ വെട്ടി? അങ്ങനെ അത് ഇങ്ങനെ മുടി എടുത്തു എന്നിട്ട് പാറു ആ മൈക്ക് നീ പിടിക്ക്, അവള് കാണിച്ചു തരും. ഓക്കെ.
നേരെ നേരെ ആ ഫസ്റ്റ് മുടി മോളെ മൈക്ക് ഇങ്ങനെ എടുക്കുക. എനിക്ക് ഇത്രയും മതി. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഒരു കത്രിക എടുത്തു. അത് വേണല്ലോ, മുടി മുറിക്കാൻ അത് കത്രയുടെ ആവശ്യമുണ്ട്. എടുത്തിട്ട് നമുക്ക് വേണ്ടത്രയും ലെവലില് നിങ്ങൾക്കിപ്പം ഇങ്ങനെയാണ് കിടക്കണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് മുറിക്കണം. അവിടെ മൂക്കാണ് നമ്മുടെ ബോഡി, മൂക്കിന്റെ ഇത്തിരി താഴെയായിട്ട്. അപ്പൊ ഇങ്ങനെ മുടി വെട്ടേണ്ടവർ ശ്രദ്ധിക്കുക, മൂക്കിന്റെയും ചുണ്ടിന്റെയും ഇടയിൽ നിർത്തിയിട്ട് വെട്ടാതെ അല്ലേ? ഓക്കെ. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ചേച്ചി. വെരി നൈസ്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ആരോട് ആദ്യം ചോദിക്കണ്ടേ? ഷാൻ റഹ്മാൻ സർ. ഷാൻ റഹ്മാൻ സർ പ്ലീസ്. എന്റെ ബുൾസൈ. ഓ അല്ല, ഭയങ്കര വൈറലാണ് ഇപ്പോ അല്ലേ? ആണ്. ഞാൻ മാത്രല്ല, ഷാൻ റഹ്മാൻ സാറും വൈറലാണല്ലേ? എന്നെ വൈറലാക്കി തന്നതിന് നന്ദി മോളെ. എന്നെ വൈറലാക്കിയതിന് എനിക്ക് മോളോട് തീർത്താൽ തീരാത്ത കടപ്പാട്. ഓക്കെ, എടി നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര പ്ലസന്റ് ആയിരുന്നു അത് കാണാനും. കോറസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഈ പാട്ടിനുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു വൈബ് എന്തായാലും നമുക്ക് ആ സ്റ്റേജിൽ കിട്ടി. നന്നായിട്ട് തന്നെ പാടി, നല്ല രസമുണ്ടായിരുന്നു. ചില സ്ഥലത്ത് മാത്രം ഈ ഹൈ നോട്ട്സ്, കാരണം ഇത് ഡുവറ്റ് ആണല്ലോ. പ്രത്യേകിച്ച് അനുപല്ലവി എന്ന് പറയുന്നത് അഫ്സൽക്ക അങ്ങ് അട്ടപ്പാടിയിലാണ് പാടി വെച്ചേക്കണേ. അപ്പൊ അവിടെ മാത്രം ചെറിയൊരു ഷ്രീക്കിനെസ് പോലെ ഒന്ന് ഫീൽ ചെയ്തു. അതർവൈസ് നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബ് ഉണ്ടായിരുന്നു. അതാണല്ലോ പെപ്പി നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ആ ഒരു പെപ്പി വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നൂഡിൽസ് വേണോ ബുൾസൈ വേണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് തീരുമാനിക്കണം. അതിലൊക്കെ നമുക്കൊരു തീരുമാനം എടുക്കണം. നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു ബുൾസൈ കഴിച്ചിട്ട് വേണം എനിക്ക് മരിക്കാൻ. പെട്ടെന്ന് ആയിക്കോട്ടെ. അത്രേ ഉള്ളൂ മോളെ, നന്നായിട്ട് പാടി കേട്ടോ. ഭയങ്കര പ്ലസന്റ് ആയിരുന്നു. വെരി നൈസ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഹന ഫാത്തിം. ഓ സർ, വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സർ. എന്താ ഒരു വിഷമം? അല്ല, കഴിഞ്ഞിട്ട് എന്തോ വരുന്നുണ്ടെന്ന് അവള് വിചാരിച്ചു. അല്ല സാറ് സ്വാഭാവികമായിട്ടും പൊതുവെ പറയാറ് നല്ല സെലക്ഷൻ, നല്ല പാട്ടായിരുന്നു. അണ്ണാച്ചി അത് നല്ലോലെ പാടി. സാറിന്റെ ഫ്രണ്ടാണ് ചെയ്തെങ്കിൽ അങ്ങനെ പറയാം. അപ്പൊ ഞാനൊരു ടെംപ്ലേറ്റും കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അതല്ല ഞാൻ പറഞ്ഞ സാർ എന്നോട് പൊതുവെ പറയാറുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി അത് വേണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി എന്ന് തോന്നുന്നു. വളരെ നല്ല സെലക്ഷൻ. പാട്ട് നന്നായി പാടിയതുകൊണ്ട് സാർ അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ ബാക്കിയാണ് പറഞ്ഞത്. പാട്ട് നന്നായിട്ട് പാടി അണ്ണാച്ചി. ഇതൊക്കെയല്ല ഞാൻ പറയാറ്. അല്ല, ഇതിന്റെ ബാക്കിയുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. ഇത് പെരുമഴക്കാലം എന്ന് പറയുന്ന മൂവിയിലെയാണ്. മ്യൂസിക് ചെയ്തത് എം ജയചന്ദ്രൻ സാറാണ്. ലിറിക്സ് എഴുതിയത് കൈതപ്രം സാറാണ്. പാടിയത് ജോത്സ്ന ചേച്ചിയും അഫ്സൽ കെയും. വെരി ഗുഡ്. നല്ല രസമുള്ളൊരു പാട്ട്, കുട്ടന്റെ ഉഗ്രം പാട്ട്. പിന്നെ അണ്ണാച്ചി, പിന്നെ അഫ്സലിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. വളരെ നന്നായിട്ട് പാടി. ഇത്രയും മലയാളം കൃത്യമായിട്ട് പറയുന്ന ഒരാള് മധുവിധു എന്ന് പറയാൻ മധുവും വിധു ആയി പോയത് എങ്ങനെയാണ്? കാരണം അവര് നമ്മുടെ രണ്ട് നല്ല പാട്ടുകാരാണ്, മധുവും വിധുവും. അമ്മമാർക്ക് മധുവിധുവിനോട് താല്പര്യമുള്ളവരുവാ. സോറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് പറഞ്ഞ കേക്കട്ടെ. മധുവിധുവല്ലേ. എടി പാട്, പറയാനല്ല പറഞ്ഞത്. ആ ലൈനൊന്ന് പാടി കേൾപ്പിക്കോ ബുൾസൈ? മധുവിധുവല്ലേ. ഇപ്പൊ നോക്ക്, ആ വിധു അങ്ങ് തേഞ്ഞ്. മധുവിധുവല്ലേ, മധുവിധുവല്ലേ. ആ ശ്രുതി കേട്ടോ, അവൻ കേസ് കൊടുക്കുമല്ലേ വിധു. അത്രേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. നല്ല രസം ഉണ്ടായിരുന്നു ഒന്ന് പാടുന്നത്. ഈ കുറച്ചും കൂടെ നമ്മള് ശ്രുതി ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം പക്ഷെ ഇപ്പം വളരെ മുമ്പ് വന്നതിലും വളരെ പുരോഗമനമുണ്ട്. വാ തുറക്കുന്നതിലും കുറച്ചും കൂടെ തുറക്കണം കേട്ടോ. ഇങ്ങനെ അങ്ങനെ തുറക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ആ, നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇന്നലെ ഇവിടെ മഴ പെയ്തു. എവിടെ, ഫ്ലോറിലോ? അല്ല, പിന്നെ എറണാകുളത്ത് മഴ പെയ്തു. എന്തുണ്ടോ അഭിപ്രായം മഴയെ പറ്റി?
നല്ല അഭിപ്രായം. എനിക്കിഷ്ടമാണ് മഴ. ആ എന്തിനാ മഴ ഇഷ്ടം? ഇറങ്ങി നനയാനോ? അല്ല, എനിക്കിങ്ങനെ വെയിലിങ്ങനെ ഒത്തിരി ഇങ്ങനെ ഉച്ചയൊക്കെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഉച്ച ഇഷ്ടമല്ല. ഓക്കെ. പിന്നെ പക്ഷെ വൈകുന്നേരം തൊട്ട് എനിക്ക് ഇഷ്ടമാണ്. ആ അപ്പൊ ഒരു ദിവസം അങ്ങനെ തള്ളി നീക്കും. ഉച്ച എങ്ങനെ ഉച്ചവരെ എന്ത് ചെയ്യും? ഉച്ചവരെ ഞാൻ ചിലപ്പം ക്ലാസ്സിലായിരിക്കും, അല്ല ഇവിടെ ആണേലും ഞാൻ റൂമിലോ അല്ലെങ്കിൽ ഗ്രൂമേഴ്സിന്റെ കൂടെയോ ആയിരിക്കും. അവരുടെ കൂടെ ഇരിക്കുമ്പോ ഒന്നും ഉച്ചയാവത്തില്ലേ? അല്ല, പിന്നെ ഉച്ചക്ക് ഞാൻ മാക്സിമം വെളിയിലൊന്നും പോവാതിരിക്കാനേ നോക്കൂ. കരിഞ്ഞു പോകും. കരിഞ്ഞു പോകും. ടാൻ അടിക്കും. മക്കളെ, ഈ കണ്ടത്തിലും പാടത്തിലും ഒക്കെ വേല ചെയ്യുന്നവർ ഈ സമയത്തൊക്കെ നിന്ന് വേല കേട്ടാ നമ്മൾ ഞം ഞം തിന്നുന്നത്. അവര് പോകുന്നില്ലല്ലോ. വിഷമം വരാറുണ്ട്. പക്ഷെ അവരെ കുറിച്ച് ഓർക്കാറില്ല. അത് കഴിക്കും. നമ്മുടെ കർഷകരില്ലെങ്കിൽ നമ്മളില്ല കേട്ടോ. നമ്മള് തമാശ അല്ല, നമ്മളതൊന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അപ്പൊ ചക്കരെ, ഞാൻ ഈ സംസാരിച്ച എന്താണെന്നറിയാമോ? എനിക്ക് ഹനയോട് സംസാരിച്ച് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. നീ അത്ര സ്വീറ്റാണ്, ക്യൂട്ട്, ചക്കരയാണ്. അതിലൊരു മനസ്സിലൊരു നന്മയുള്ള ഒരു ചക്കരയാണ്. അത് വേണം, എപ്പോഴും ഉണ്ടാവട്ടെ കേട്ടോ. അപ്പൊ അള്ളാഹു കൂടെ കാണും. ഓൾ ദി ബെസ്റ്റ്. ഹനയുടെ കുറച്ച് വിശേഷങ്ങളുണ്ട്, നമുക്കത് ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം സർ. ഓക്കെ, താങ്ക് യു സർ. ചേച്ചി ഹനക്കുട്ടി. ഓ മാം. സൂപ്പർബായിരുന്നു. താങ്ക് യു മാം. എനിക്ക് ഹന തുടങ്ങിയ സമയത്ത് മെഹർബാന്ന് തുടങ്ങിയത് തന്നെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ആകാരമൊക്കെ നല്ല സുന്ദരമായിട്ട് പാടി. താങ്ക് യു മാം. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് ഹനക്ക്. സുന്ദരി, ഒരു മൊഞ്ചത്തി ആയിട്ടുണ്ട് ഇന്ന്. നല്ല ചെറിയ ചെറിയ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള കൈയൊക്കെ കൊട്ടിയിട്ടുള്ള ഡാൻസ് മൂവ്മെന്റ്സും സുന്ദരമായിരുന്നു. താങ്ക് യു മാം. ബ്യൂട്ടിഫുൾ. കോറസ് മനോഹരമായിട്ട് സപ്പോർട്ട് ചെയ്തു. എനിക്ക് ആകെപ്പാടെ ഈ മോൾ ഈ പാട്ട് എടുത്തപ്പോൾ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, അഫ്സൽക്ക പാടിയ ഭാഗമൊക്കെ എങ്ങനെ പാടും? ഭയങ്കര ഹൈ അല്ലേ അത്? നോക്കുമ്പോൾ പുഷ്പം പോലെ അങ്ങ് പാടുന്നു. അത്ഭുതമായിരുന്നു എനിക്കത്. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഹനയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. കാരണം ഹനയുടെ വോയിസ്, ഹനയുടെ അക്ഷരങ്ങൾ പറയുന്ന രീതി, ഇത് ഹനയുടെ ഐഡന്റിറ്റിയാണ്. അപ്പോൾ ഈ പാട്ടിന്റെ ഇടയിൽ ചില സ്ഥലത്തൊരു ഹന കയറി വരുന്നുണ്ട്. അത് നല്ല ക്യൂട്ടാ കേൾക്കാൻ. താങ്ക് യു മാം. സോ കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഹന പാട്ട് പാടിയെന്ന് പറഞ്ഞില്ലേ സിനിമയില്? അതിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞില്ലേ? അതൊക്കെ ഞങ്ങളോട് പറ. ഞാൻ ഇന്നലെ പോയി പാടിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പാട്ട്. തീർച്ചയായിട്ടും എല്ലാരും കേൾക്കണം. പിന്നെ എന്റെ നമ്പർ കൊടുത്ത പാച്ചിച്ചേട്ടന് പ്രത്യേകം നന്ദി. അതെ, നമുക്ക് ആ ഒരു റെക്കോർഡിങ്ങിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്ത് സുന്ദരിയാ അത്. ഞാനിപ്പോ പോകുന്നത് എന്റെ വലിയൊരു സ്വപ്നത്തിലേക്കാണ്. ആ സ്വപ്നം നടക്കാൻ കാരണമായത് സൂപ്പർ സ്റ്റാർ ആണ്. തീരാമൗനം നീ എന്നരികിൽ വലയുമ്പോ കണ്ണെല്ലാം നീറുന്നുണ്ടേ മുന്നിൽ നീയൊന്നണയാനാ. ഹനനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ സീനിയറിലേക്ക് കടന്നു എന്നറിഞ്ഞു. അപ്പോൾ ഒരു കൺസേൺ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ വോയിസ് മാച്ച് ആവുമോ, കുട്ടിയുടെ വോയിസ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി പാടുന്നതായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ആക്ച്വലി വോയിസ് ഇപ്പോഴും കുട്ടിയുടെ പോലെ ഉണ്ടായിരുന്നു. സിറ്റുവേഷനായിട്ട് വളരെ ജെല്ലായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമൃതയിൽ സൂപ്പർ സ്റ്റാറിൽ തബല വയ്ക്കുന്ന പാച്ചു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ നിന്ന് നമ്പർ കളക്ട് ചെയ്ത് ഡയറക്റ്റ് വിളിക്കുമായിരുന്നു. സ്റ്റുഡിയോയിൽ ഇപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞു. വിചാരിച്ചതിലപ്പുറം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. മധുരമീ ജീവിതം. സൂപ്പർ.
താങ്ക് യു. അടിപൊളി. Super, God super, bless you, All ഡാ. the best, all the best. വെൽക്കം ടു മലയാളം സിനിമ. പോസ്റ്ററിലൊക്കെ പേരൊക്കെ വന്നോളുടെ. ആ ഇനി എന്ത് വേണം? അതെ, ശരിക്കും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ അതിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കയറി ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, നല്ലതാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു അവസരം കിട്ടണം. ഇൻ കേസ് ഞാൻ എങ്ങാനും രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാവരും പേര് ഞാൻ അവിടെ പറയും. എവിടെ പോയി പറയും കുഞ്ഞ്? എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കും അല്ലേ? ആര് പാടാൻ വിളിച്ചാലും ഇവരുടെ പേര് ആദ്യം അങ്ങ് പറയും. അല്ല, ഓരോരുത്തരുടെ അടുത്തും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാലോ. കൊച്ചിനെ കൊണ്ട് പാടിപ്പിച്ച അടിപൊളിയായിരിക്കും. അപ്പൊ അവര് പറയത്തില്ലേ എന്നാ മോള് പൊക്കോ, ഞാൻ ആ കൊച്ചിനെ വിളിച്ചോളാന്ന്. ഞാൻ പറഞ്ഞത് ഞാൻ രക്ഷപ്പെട്ടതിന് ശേഷമുള്ള ചക്കരയാണ് നീ. സോ പ്രൗഡ്. ഞങ്ങൾ ആ പാട്ട് റിലീസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേൾക്കാനായിട്ട്. അത് ഡെഫിനറ്റ് ആയിട്ട് സൂപ്പർ ഹിറ്റ് ആയിരിക്കണം. സൂപ്പർ പാട്ടാണ്. എനിക്ക് പറയാതെ വയ്യ. അനന്തരാമൻ സർ അത്രയും ഒരു ഡ്രീമിലേക്ക് ഇങ്ങനെ ആ പാട്ട്, ആ ആ മൂവിയിലുള്ള എല്ലാ പാട്ടും അടിപൊളിയാണ്. ഞങ്ങൾ എല്ലാം കാത്തിരിക്കുകയാണ് പാട്ടിന്. അതെ, പ്രേക്ഷകരും വെയിറ്റ് ചെയ്യാണ്. ഹനേനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഹനയുടെ ആ പാട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ സന്തോഷത്തിൽ മാർക്ക് ചോദിക്കാം. ഓക്കെ ചേച്ചി. ശരത് സർ. ഞാനോ? ആ അല്ല, നീ ഇത് പിന്നണി ഗായികക്ക് എന്ത് മാർക്ക് കൊടുക്കാൻ? അതല്ലേ മാർക്ക് വേണോ? രക്ഷപ്പെട്ടു. എന്റെ പ്രൊഡ്യൂസേഴ്സിനെ കാണുമ്പോ എന്റെ കാര്യം കൂടെ പറയണം. ഞാന് ശരിക്കും പറഞ്ഞു പറയുകയും ചെയ്തത്. അല്ല, എല്ലാവരും ആശംസ ഒന്നുമല്ല, എനിക്കും കൂടെ ഒരു പടം തരണം എന്ന് പറയണം പ്രൊഡ്യൂസേഴ്സിനെ കാണുമ്പോ. മ്യൂസിക് ചെയ്യാൻ ശരിക്കും പറഞ്ഞാലേ അന്ന് സാറ് ഞങ്ങക്ക് ഗ്രൂമിങ് ചെയ്യാൻ വന്നില്ലേ, ശരിക്കും പറയാലോ ഞാനും എന്റെ ഫ്രണ്ട്സും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. ആ റൂമിൽ കയറിയപ്പം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, ഒരു മ്യൂസിക്കിന്റെ ദൈവത്തിനെ കണ്ടുപോലെ ഉണ്ടായിരുന്നു ശരിക്കും. അത്രയുമേണോ മോളെ? അല്ല, എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ മതി. അതൊക്കെ ഞാനൊരു പോസിറ്റീവായിട്ടുള്ള മനുഷ്യനാണ്, അതെനിക്കറിയാം. ഇതൊക്കെയാണ്. താങ്ക് യുടാ, താങ്ക് യു. നമ്മളിപ്പോ ഈ മാർക്ക് പറയുമ്പോ സാധനം നിങ്ങളങ്ങ് പറയാ. കാര്യം ഈ ചെയ്ത ഇത്ര ആളുകൾ, ഈ പാടിയവർ, ഇവർക്കൊക്കെ നമ്മൾ മാർക്ക് കൊടുക്കണ്ടേ? അപ്പൊ നമുക്ക് ഇത് ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? എം ജയചന്ദ്രൻ സർ. അപ്പം ജയചന്ദ്രന് കുട്ടന് 3 മാർക്ക്. ഓക്കെ. പിന്നെ അടുത്ത ആരാണ്? ലിറിക്സ് ആരാണ്? ലിറിക്സ് എഴുതിയത് കൈതപ്രം സർ. രണ്ടുപേരും അസാധ്യമാണ്. അപ്പൊ കൈതപ്രം അണ്ണാച്ചിക്ക് 3 മാർക്ക്. പാടിയതോ ഇപ്പൊ എത്ര മാർക്കായി? 6 മാർക്കായിട്ടുണ്ട്. ഇനി ആരാണ് പാടിയത്? ജോത്സ്ന ചേച്ചിയും അഫ്സലിക്കായുമാണ്. അഫ്സലാണ് ഇച്ചിരി നീളം എനിക്ക് ശരിയാവുന്നത്. അപ്പൊ അഫ്സലിന് ആദ്യം, അഫ്സലിന് 1.5 മാർക്ക്. കാരണം അത് പാടിയവർക്ക് ഉള്ള അത്രയല്ല മാർക്ക്. ഇപ്പൊ എത്രയായി? 7.5. ഓക്കെ. ഇനി ആരാ ഉള്ളത്? ജോത്സ്ന ചേച്ചി. ചിച്ചിയോ? ചേച്ചി. ആ ജോത്സ്ന ചിച്ചിക്ക് 1.5 മാർക്കും കൂടെ. 1.5 മാർക്ക്. 8.5. നല്ല മിടുക്കി. 9 മാർക്സ്. അപ്പൊ ഹനക്കൊന്നുമില്ലേ? അയ്യോ ശരിയാണല്ലോ. അയ്യോ, ഹന നമ്പർ 1 ആവാൻ വേണ്ടി ഒന്നും കൂടെ ഞാൻ തരാം. 9.1. താങ്ക് യു സർ. ഷാനിക. ഹന. ഓ സർ. 9.1. വാ. താങ്ക് യു ഷാനിക. ചേച്ചി. ഹന. ഓ ചേച്ചി. ഹനയ്ക്ക് നൂഡിൽസും അല്ല ബുൾസയും അല്ല, നല്ലൊരു സുന്ദരമായ മാർക്ക് ദാ ഈ കുടത്തിലേക്ക്, ഗാനക്കുടത്തിലേക്ക്. ഓക്കെ, സോ ടോട്ടൽ അത് ചേച്ചി പറഞ്ഞോ? 18.2. താങ്ക് യു.